റമീസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ വിൻഡോസ് ഓഫ് നോളജിലെ ഒരു 6 പാർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണ്. ഇത് അതിൻ്റെ 7th പാർട്ടാണ്. അപ്പം ഐ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ ഫസ്റ്റ് സെൻസ് ഓർഗൻ മൊത്തം തീർത്തും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇയറിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടാക്കിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഇയറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഐനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഐയുടെ സ്ട്രക്ചറിനെ പറ്റിയാണ് പഠിച്ചത്. സോ ഇയറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് ദി ഇയർ ആണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇയറിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. നമ്മുടെ വെളിയിൽ നിന്ന് കാണുന്ന പോർഷനും എല്ലാം കൂടി ചേർത്താണ് ഇവിടെ എക്സ്റ്റേണൽ ഇയർ. 3 പാർട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ, middle year, internal year. This is the structure of year. അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും പോർഷൻ നമ്മൾ കാണുന്ന ഇത്രയും പോർഷൻ. മിഡിൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്റേണൽ ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇതാണ് സ്ട്രക്ചർ ഓഫ് ഇയർ. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഇയർ. എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്റേണൽ ഇയർ ഉണ്ട്. ഇനി നമ്മൾ ഓരോ ഇപ്പോൾ ഇത് 3 നമ്മൾ പറഞ്ഞു. ഇനി ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിനകത്ത് മെയിനായിട്ട് 3 പാർട്ടാണ് ഉള്ളത്. 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് പിന്ന, ദെൻ ഓഡിറ്ററി കനാൽ, ദെൻ tympanium. These are the 3 parts of external ear. Pinna, auditory canal and tympanium. എന്താണ് പിന്ന? അതായത് നമ്മുടെ ഈ എക്സ്റ്റേണൽ ഇയറിന്റെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ ചെവി എങ്ങനെ ഇരിക്കുന്നു അല്ലേ, ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഇനി ഓഡിറ്ററി കനാൽ എന്ന് വെച്ചാൽ നമ്മൾ ബഡ്സ് ഒക്കെ ഇടത്തില്ലേ, ആ ഒരു കനാലുണ്ട്. ആ കനാലിനെയാണ് ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. ടിംപാൻ എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കല്ലെന്ന് പറയത്തില്ലേ, അത് വൈബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം. ഇതാണ് ടിംപാനം. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഇയർ. The external ear, middle ear and internal ear. The external ear consists of 3 parts named pinna, auditory canal and tympanum. So pinna function എന്താണ്? Pinna means നമ്മുടെ ഈ കാണുന്ന പോർഷൻ. Pinna carries sound waves to the auditory canal. അപ്പോൾ നമ്മുടെ ചെവി ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വരക്കുവാണ്. ഇങ്ങനെ ഒരു കനാൽ ഉണ്ട്, ഇതൊരു tympanum ഉണ്ട്. പിന്നാന്ന് നോക്കും, അതാണ് കനാല്. അപ്പം ഈ പുറത്തുനിന്ന് ഇപ്പോൾ ഹലോ എന്നൊരാൾ പറയും. ഹലോ എന്ന് പറയുന്ന ആ സൗണ്ട് വേവിനെ പിന്ന എങ്ങോട്ട് കൊണ്ടുപോകും? പിന്നായിലൂടെ കനാലിലേക്ക് കൊണ്ടുപോകും. ഫംഗ്ഷൻ ഓഫ് പിന്ന ഈസ് ടു ക്യാരി സൗണ്ട് വേവ് ടു ദ ഓഡിറ്ററി കനാൽ. കനാലിലേക്ക് സൗണ്ട് വേവിനെ ക്യാരി. ഹലോ അല്ല, എന്താണല്ലോ ഇപ്പം ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങളുടെ പിന്ന വഴിയാണ് കനാലിലേക്ക്, ഓഡിറ്ററി കനാലിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. സോ ദ ഫംഗ്ഷൻ ഓഫ് പിന്ന is to carry sound wave to the auditory canal. And auditory canalന്റെ ഫംഗ്ഷൻ എന്താണ്? carry sound wave to the tympanum. അപ്പോൾ ഓഡിറ്ററി കനാലിൽ പിന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. ഓഡിറ്ററി കനാൽ എന്ത് ചെയ്യും? ഈ സൗണ്ട് വേവ്സിനെ ടിംപാനത്തിലോട്ട് കൊടുക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ സൗണ്ട് വേവിനോ കനാലിന് കൊടുത്തു, കനാല് ഈ സൗണ്ട് വേവിനെ ടിംപാനത്തിലേക്ക് കൊടുക്കും. പിന്നെ കനാലിനകത്ത് നമുക്കറിയാം മീൻസ് അതായത് നമ്മൾ ബഡ്സിൽ 4 പോർഷൻ. അവിടെ നമുക്കിപ്പം എന്തുവാ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അതോട്ട് കയറി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. അപ്പം ബഡ്സിടുമ്പോൾ നമുക്ക് അതിനകത്ത് അഴുക്ക് കിട്ടും അല്ലേ. അഴുക്ക് കിട്ടുന്നത് പൊടി കണക്കായിരിക്കത്തില്ല, ഒരു മെഴുക് പോലെയാണ് കിട്ടുന്നത്. ബഡ്സിനകത്ത് ഇങ്ങനെ പറ്റിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ കനാലിനകത്ത് എന്തൊക്കെയുണ്ട്? സ്മോൾ ഹെയർസ് ഉണ്ട്, അതായത് കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാക്സ് ഉണ്ട്, മെഴുകുണ്ട്. ഇത് രണ്ടും എന്തിനാണ് കനാലിനകത്ത് വെച്ചിരിക്കുന്നത്? ടു ഡിസ്ട്രക്ട് ദ ജേംസ് എൻറ്ററിങ് ദ ഇയർ. അപ്പം ഇയറിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ചെയ്യാൻ സംഭവമല്ല. പൊതുവെ പറഞ്ഞാൽ ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് എല്ലാത്തിനും നമ്മൾ ചേർത്ത് പറയും. വെളിയിൽ നിന്ന് വരുന്നത്, അതായത് ഫോറിനിൽ നിന്ന് വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നതല്ല, സറൗണ്ടിങ്ങിലുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസ് അകത്തോട്ട് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കനാലിനകത്ത് സ്മോൾ ഹെയറും വാക്സ് ഒക്കെ ഉള്ളത്. സോ എന്താണ്? ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ടിംപാനം. സോ ദ ഫംഗ്ഷൻ ഓഫ് ഓഡിറ്ററി കനാൽ ഈസ് ടു ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ടിംപാനം ആൻഡ് സ്മോൾ ഹെയർസ് ഓഫ് വാക്സ് പ്രസന്റ് ഇൻസൈഡ് ദ കനാൽ. കനാലിനകത്ത് സ്മോൾ ഹെയർസ് ഉണ്ട്, വാക്സ് ഉണ്ട്. പിന്നെ പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഇയർ. ഇയറിലോട്ട് കയറുന്നതിനെ ഫോറിൻ പാർട്ടിക്കിൾസിനെയും ഡസ്റ്റിനെയൊക്കെ തടയുന്നു.
ഇനി അപ്പൊ ടിംപാനത്തിലോട്ട് കനാൽ കൊണ്ടെത്തിച്ചു. ഇനി ടിംപാനം എന്താണ്? ടിംപാനം is a thin circular membrane that separate the external ear and the middle ear. അപ്പം ഇതുകൊണ്ട് ഇയർ നിൽക്കുന്നില്ല, അങ്ങോട്ട് വേറെ മിഡിൽ ഇയർ ഉണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറെ ഇന്റേണൽ ഇയർ ഒക്കെ ഉണ്ട്. സോ ഇപ്പൊ ഇതാണ് ഇങ്ങനെയല്ല മിഡിൽ ഇയർ ഇരിക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരക്കുവാണ്. ഇത് മിഡിൽ ഇയർ ആണെന്ന് ഓർക്കുക. ഈ മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിൻ സർക്കുലർ മെമ്പറൈനെയാണ് നമ്മൾ ടിംപാനം എന്ന് പറയുന്നത്. So tympanum, it is a thin circular membrane that separates the external ear from the middle ear. Middle ear നിന്നും external ear separate ചെയ്യുന്ന thin ആയിട്ടുള്ള circular membrane-നെയാണ് നമ്മൾ tympanum എന്ന് വിളിക്കുന്നത്. So what is tympanum? Tympanum is a thin circular membrane that separates the external ear from the middle ear. Then it vibrates in resonance with the sound waves. അപ്പം പിന്നെ കനാലിലേക്ക് കൊണ്ടുവന്നു, കനാൽ ടിംപാനത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ടിംപാനം എന്ത് ചെയ്യും? ഈ കൊണ്ടുവന്ന സൗണ്ട് വേവ്സിന്റെ റെസൊണൻസ് ആയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ടിംപാനം കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇതാണ് സ്ട്രക്ചർ ഓഫ് എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിനെ പറ്റി നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ അല്ലേ? Then we are learning about the middle ear. മിഡിൽ ഇയറിലാണ് എന്താണ് യൂസ്റ്റേഷൻ ട്യൂബ്, പിന്നെ ഇയർ ഓസിക്കിൾസ്, പിന്നെ അവിടെ കുറെ ബോൺസ് ഉണ്ട്. ആ ബോൺസിന്റെ പേര് പഠിച്ചു വെക്കാം. 3 ബോൺസ് ഉണ്ട്. മലേസ്, ഇൻകസ്, സ്റ്റേപ്പസ്. So this is the parts of എന്താണ് മിഡിൽ ഇയർ. മിഡിൽ ഇയർ കൺസിസ്റ്റ് ഓഫ് ദ യൂസ്റ്റേഷൻ ട്യൂബ്, ഇയർ ഓസിക്കിൾസ് ആൻഡ് there are 3 types of ബോൺസ്. കട്ടിയുള്ള ബോൺസ് അല്ല, വളരെയധികം സോഫ്റ്റ് ബോൺസ് ആയിട്ട് നമ്മുടെ ചെവിയിൽ കാർട്ടിലേജ് എന്നൊക്കെ പറയും. സോ ബോൺസിന്റെ പേര് ഏതൊക്കെയാണ്? മലേസ്, ഇൻകസ്, സ്റ്റേപ്പസ്. സ്റ്റേപ്പസ് ആണ് ഇതിനകത്ത് ഏറ്റവും ചെറിയ ബോൺ കേട്ടോ. അപ്പൊ എന്താണ് ഇയർ ഓസിക്കിൾസ്? അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ പിന്നെ കഴിഞ്ഞ് ഇത് കനാലിലൂടെ വന്ന് ഇത് ടിംപാനം വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുക. വൈബ്രേഷൻ പിന്നെ ഹലോ എന്ന് പറഞ്ഞ ഈ സൗണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കനാലിൽ ടിംപാനത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടിംപാനം കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇയർ ഓസിക്കിൾസ് ആംപ്ലിഫൈ ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ആംപ്ലിഫയർ. അതായത് ലോ ആയിട്ടുള്ള സൗണ്ട് സിഗ്നലിനെ, ഇത്രയുള്ള സൗണ്ട് സിഗ്നലിനെ നമ്മളൊരു ആംപ്ലിഫയറിലൂടെ കടത്തി വിടുകയാണെന്ന് നോക്കാം. അത് വലിയ സൗണ്ട് സിഗ്നലായിട്ട് മാറൊന്നുമില്ല. ചെറിയ സൗണ്ടിനെ വലിയ സൗണ്ട് ആകുന്ന ഡിവൈസ് ആണ്. ആംപ്ലിഫയർ ഇസ് എ ഡിവൈസ് വിച്ച് യൂസ് ടു കൺവേർട്ട് സ്ലോ സൗണ്ട് സിഗ്നൽ ഇൻടു ഹൈ ഫ്രീക്വൻസി സൗണ്ട് സിഗ്നൽ. ഫ്രീക്വൻസി കൂട്ടി പറയുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പം ഇങ്ങനെ ഈ എന്താണ് ടിംപാനം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് 9th സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്. അപ്പം ടിംപാനം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് ഈ സൗണ്ട് കുറഞ്ഞ സൗണ്ടാണ്. ആ കുറഞ്ഞ സൗണ്ടിനെ കൂട്ടിക്കൊടുക്കും. അതായത് ഹൈ ഫ്രീക്വൻസിയിൽ ഹൈ വോളിയത്തിലാക്കി കൊടുക്കും. ആംപ്ലിഫൈ ചെയ്തിട്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ടിംപാനം ടു ദ ഇന്റേണൽ ഇയർ. എന്നിട്ട് ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് സിഗ്നലിനെ കൂട്ടി കൊടുത്തിട്ട് അത് എങ്ങോട്ട് കൊണ്ടുപോകും? ഇന്റേണൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആരാണ്? ഇയർ ഓസിക്കിൾസ്. സോ ഫംഗ്ഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ് ഈസ് ടു മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ കണ്ടിട്ടേക്കാം. അപ്പം പിന്നെ ഒരു സൗണ്ട് വേവ്സിനെ കനാലിലേക്ക് കൊടുക്കും, കനാൽ ടിംപാനത്തിലേക്ക് കൊടുക്കും. ടിംപാനം വൈബ്രേറ്റ് ചെയ്യുന്ന ഈ വൈബ്രേഷനെ ഇയർ ഓസിക്കിൾസ് ആംപ്ലിഫൈ മീൻസ് സബോളിയം കൂട്ടി കൊടുത്തിട്ട് അത് ഇന്റേണൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ദിസ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ്. ഇനി എന്താണ് യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ? അപ്പോൾ നമുക്കറിയാം ഈ ഇതാണ് ടിംപാനം നോക്കുക. പക്ഷേ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി യൂസ്റ്റേഷൻ ട്യൂബ് കൊണ്ടുപോയി. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ആരാണ്? മിഡിൽ ഇയർ ആണല്ലേ. ഈ മിഡിൽ ഇയറിനെ പറ്റിയല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഇയർ ഇവിടെ ഉണ്ട്. മിഡിൽ ഇയറിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണല്ലോ ദിസ് ഇസ് ദ മിഡിൽ ഇയർ. അപ്പം ഈ മിഡിൽ ഇയറും ഫാരിൻസുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഫാരിൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇത് ചെവിയുമായിട്ടും മൂക്കുമായിട്ടും നമ്മുടെ ടങ്കുമായിട്ടും എല്ലാം. അപ്പം ടങ്കുമായിട്ട് കണക്ട് ചെയ്ത ട്യൂബ് ഏതാണ്? ഇസോഫാഗസ്. മൂക്കുമായിട്ട് കണക്ട് ചെയ്ത ട്യൂബ് ട്രക്കിയ.
ചെവിയുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്ന ട്യൂബാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അപ്പം നമ്മുടെ ബോഡി ഇതൊന്നല്ല, ബോഡി ഫുള്ള് കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ മൂക്കാണെങ്കിലും വായാണെങ്കിലും ചെവിയാണെങ്കിലും ഒക്കെ ഈ ഫാരൻസ് എന്ന് വെച്ചാൽ ഈ 3 ട്യൂബുകൾ. ഏതൊക്കെ 3 ട്യൂബുകൾ? നാക്കിന്റെ ഇസോഫാഗസ്, ടങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇസോഫാഗസ് എന്ന് പറഞ്ഞ ട്യൂബും, മൂക്കുമായിട്ട് ബന്ധപ്പെട്ട ട്രക്കിയ എന്ന് പറഞ്ഞ ട്യൂബും, ചെവിയായിട്ട് ബന്ധപ്പെട്ട യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബും കൂടെ 3 ട്യൂബും കൂടെ ഓപ്പൺ ആയിട്ട് ഒരേപോലെ തുറന്നിരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഫാരൻസ് എന്ന് പറയുന്നത്. ഫാരൻസ് ഇസ് എ ടോട്ടൽ ഓപ്പണിംഗ് ഓഫ് ദ യൂസ്റ്റേഷ്യൻ ട്യൂബ് ആൻഡ് ഇസോഫാഗസ് ആൻഡ് ട്രക്കിയ. ഈ 3 ട്യൂബും മൊത്തത്തിൽ ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലമാണ് ഫാരൻസ്. അപ്പൊ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ മിഡിൽ ഇയറിനെ ഫാരൻസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഫാരൻസിൽ ഇവിടെ ഇസോഫാഗസ് കാണും, ഇവിടെ ട്രക്കിയ കാണും, ഇവിടെ ഇപ്പം യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ തുറന്നിരിക്കുന്ന സ്ഥലമാണ് ഫാരൻസ്. അപ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബാണ് എന്തിനാ കണക്ട് ചെയ്യുന്നത്? മിഡിൽ ഇയറിനെ ഇതുമായിട്ട് ഫാരൻസുമായിട്ട് കണക്ട് ചെയ്യും. ഫാരൻസ് ഇസ് എ ടോട്ടൽ ഓപ്പണിംഗ് ഓഫ് യൂസ്റ്റേഷ്യൻ ട്യൂബ്, ഇസോഫാഗസ് ആൻഡ് ദ ട്രക്കിയ. കേട്ടോ? അപ്പം എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്? എന്താണ്? കണക്ട് ദ മിഡിൽ ഇയർ ആൻഡ് ദ ഫാരൻസ്. മിഡിൽ ഇയറിനെ ഫാരൻസിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ദെൻ പ്രൊട്ടക്ട് ദ ടിംപാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ either സൈഡ് ഓഫ് ദ ടിംപാനം. അപ്പം ഇങ്ങനെ ഈ ടിംപാനം ഇത്രയും ഇവിടുത്തെ ഈ സൗണ്ടിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പം ഇവിടെ പ്രഷർ ഉണ്ടാവും അല്ലേ? വൈബ്രേഷൻ അല്ലേ? ഇവിടെ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, മോഷനാണ്. മോഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സിന് ഒരു ഏരിയയിലുള്ള ഫോഴ്സ് അല്ലേ പ്രഷർ? സോ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ ആകുമ്പോൾ അവിടെ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ആ പ്രഷറിനെ either സൈഡ് ഓഫ് ദ ടിംപാനം, ഈ സൈഡിൽ ഉണ്ടാവുന്നുണ്ട്, ഈ സൈഡിൽ ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ ഓഫ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എക്സ്റ്റേണൽ ഇയറിനകത്ത് 3 പാർട്സ്, പിന്നെ കനാൽ ആൻഡ് ടിംപാനം. മിഡിൽ ഇയറിനകത്ത് 3 പാർട്സ്, യൂസ്റ്റേഷ്യൻ ട്യൂബ്, ഇറോസിറ്റസ് ആൻഡ് പോൺസ്. പോൺസ് ഏതൊക്കെയാണ്? മലേസ്, ഇൻവെസ്റ്റേഷൻ. ഇതിന്റെ ഫംഗ്ഷൻ ഒന്നും പഠിക്കേണ്ട, സംഭവം ഇത്രയുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഇന്റേണൽ ഇയർ. നമുക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ഇന്റേണൽ ഇയർ. ഈ ഇന്റേണൽ ഇയറിനകത്താണ് ഇന്റേണൽ ഇയർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ ഇയർ. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയിട്ട് വേറെ ആയിട്ട് എഴുതിയത്. സോ ഇന്റേണൽ ഇയർ. The internal ear is situated inside a bony case in the skull called bony labyrinth. നമ്മൾ ഓർത്തോണം. അപ്പം സ്കള്ളും ഇതും തമ്മിൽ എന്താ ബന്ധം? മീൻസ് ഇപ്പം നമ്മുടെ എക്സ്റ്റേണൽ ഇയർ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോർഷൻ, മിഡിൽ ഇയർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, ഇന്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ നമ്മുടെ വായുടെ തന്നെ അകത്തോട്ടുള്ള ഒരു പോർഷനിലേക്ക് വരും. അപ്പോൾ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ സ്കള്ള്. ഇന്റേണൽ ഇയർ സ്കള്ളിനകത്താണ് ഇരിക്കുന്നതാണുള്ളൊരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്സ്റ്റേണൽ ഇയർ ഇവിടെ, മിഡിൽ ഇയർ ഇങ്ങോട്ട്, ഈ 2 ഇയർ നമുക്ക് കണക്റ്റഡ് അല്ലേ? ഇന്റേണൽ ഇയർ ഏകദേശം മൂക്കിന്റെ വായുടെയൊക്കെ ഒരു പോർഷനിലായിട്ട് വരും. അത് ഇവിടെയാണ് ഇന്റേണൽ ഇയർ ഒക്കെ കൊടുക്കുന്നത്, അതായത് ആ ഒരു പോർഷൻ. അപ്പം ഇന്റേണൽ ഇയർ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് ഇൻ ദ സ്കള്ള്. അപ്പം ചുമ്മാ ഇന്റേണൽ ഇയറിനെ ചുമ്മാ കൊണ്ട് വെച്ചിരിക്കുമല്ല, ഇതാണ് ഇപ്പോൾ ഒരു ഇന്റേണൽ ഇയർ എന്ന് ആലോചിക്കുക. ഇത് ഇന്റേണൽ ഇയർ ആണ്. ചുമ്മാ ഇങ്ങനൊന്നുമല്ല, ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് ആൻ ഇന്റേണൽ ഇയർ. ഇതൊരു ഇന്റേണൽ ഇയർ എന്ന് വിചാരിക്കുക. ഇത് ഇന്റേണൽ ഇയർ ഇരിക്കുന്ന സ്കള്ളിനകത്താണ്. മനസ്സിലായി? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. അപ്പോൾ ഈ ഒരു പോർഷനായിട്ട് സ്കള്ളിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഇന്റേണൽ ഇയർ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ സ്കള്ളിൻ്റെ ബോണി കേസ്. അപ്പോൾ ഇതാണ് ഇന്റേണൽ ഇയർ. ഇതിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഫിഗറിക് റെപ്രസെൻറ്റേഷൻ വെച്ച് പഠിക്കുന്നതാണ് ബയോളജി ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് കേട്ടോ ടെസ്റ്റ് വായിച്ച് പഠിക്കണമെങ്കിൽ അങ്ങനെ. ഓക്കെ, ദിസ് ഇസ് ദ ഇന്റേണൽ ഇയർ ആൻഡ് ദിസ് ഇസ് ദ ബോണി കേസ്. ഒരു ബോണ്, അതാണ് ബോൺ. ഒരു എല്ലിൻ്റെ ഒരു കേസ് മീൻസ് എന്താ? ഒരു കൂട് കണക്കിങ്ങനെ ഒന്നുമില്ല, ഒരു കവറിങ് ഉണ്ടോ? എല്ലാ ബോഡി പാർട്സിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പൈറ്റ്, ഐ സോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കവറിങ് ഉണ്ട് ഇന്റേണൽ ഇയറിൽ. ഒരു ബോണി കേസ്. ഈ ബോണി കേസിന് പറയുന്ന പേരാണ് ബോണി ലേബ്രിന്ത്. ഇനി ഇൻസൈഡ് ദ ബോഡി ലേബ്രിന്ത് there are so many membranes. ഇനി ഈ ബോണി ലേബ്രിന്തിന്റെയും ഇന്റേണൽ ഇയറിന്റെ ഇടയ്ക്കായി മനസ്സിലായിരിക്കും. ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. ഇന്റേണൽ ഇയർ ഇരിക്കുന്നത് സ്കള്ളിനകത്ത്. ഇന്റേണൽ ഇയറിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ബോണി കേസ് ഉണ്ട്. ആൻഡ് ദിസ് ബോണി കേസ് ഇസ് നോൺ ആസ് ദ ബോണി ലേബ്രിന്ത്. ഇതിന്റെ പേരാണ് ബോണി ലേബ്രിന്ത്. ആൻഡ് ബിറ്റ്വീൻ ദ ബോണി ലേബ്രിന്ത് ആൻഡ് ദ ഇന്റേണൽ ഇയർ there are so many membranous labyrinth. ഇഷ്ടംപോലെ മെമ്പറൈൻ ലേബ്രിന്ത് ഉണ്ട്, കുറെ മെമ്പറൈൻ ഉണ്ട്.
ഈ മെമ്പറൈൻ എന്ന് പറയുന്ന പേരാണ് എന്ത്? മെമ്പറൈനസ് ലേബറിൻഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്റേണൽ ഇയർ is located inside a bony case in the skull, and this bony case is known as the bony labrum, and between the internal ear and the bony labrum there are so many membranes, and these membranes are known as the membranous labyrinth. ഇനി അപ്പം ഈ മെമ്പറൈനസ് ലേബറിന്റെ ഇടയ്ക്ക് കുറെ സ്പേസ് ഉണ്ട് അല്ലേ? ഈ സ്പേസ് ഉണ്ട്, ഈ സ്പേസ് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സ്പേസിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, എൻഡോലിംബ്. ഈ ഫ്ലൂയിഡിന്റെ പേരാണ് ഇവിടെ ഇടക്കുള്ള, അതായത് മെമ്പറൈൻ ലേബറിന്റെ ഇടക്കുള്ള ഫ്ലൂയിഡിന്റെ പേരാണ് എൻഡോലിംബ്. ഇനി ഈ മെമ്പറൈൻ ലേബറിന്തും ഈ ബോണി, ഇതല്ലേ ബോണി ലേബറിന്ത്, ഇത് തമ്മിലും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിന്റെ പേരാണ് പെരിലിംബ്. ഇയർ ബാലൻസിംഗ് ഒക്കെ ഇയർ ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് എൻഡോലിംബ്. നമ്മൾ തലയൊക്കെ കുളുക്കുമ്പം ഈ ഫ്ലൂയിഡിന് മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടാണ് സംഭവിക്കുന്നത്, അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. സോ the internal ear is located inside a bony case called bony labyrinth. Internal ear is located inside a bony case called bony labyrinth. And this bony, between the bony labyrinth and internal ear there are so many membranes. And this membrane is known as the membranous labyrinth. And the space inside the membranous labyrinth are filled with a fluid called endolimb. And the space between the membranous labyrinth and the bony labyrinth is filled with a fluid called perilimb. മെമ്പറൈൻ ലേബറിന്റെ ഇടയ്ക്കുള്ള ഫ്ലൂയിഡ് എൻഡോലിംബും മെമ്പറൈനും ബോണി ലേബറിന്റെ ഇടയ്ക്കുള്ള ഫ്ലൂയിഡ് പെരിലിംബും. തെറ്റിപ്പോലെ തിരിഞ്ഞു പോകും. അപ്പം ഇതാണ് ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചർ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്ന കാട്ടിയപ്പോൾ ഫിഗർ റെപ്രസെന്റേഷൻ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും വിചാരിക്കണം അങ്ങനെ പറഞ്ഞത്. സോ അപ്പൊ ഇതാണ് ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഇയർ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കറിയാം നമ്മുടെ ചെവി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമല്ല, ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇന്റേണൽ ഇയറിന് ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ടാണ് കോക്ലിയ, പിന്നെ ഓഡിറ്ററി നെർവ്, semicircular canal, vestibule, then vestibular nerve. These are the 1, 2, 3, 4, 5 parts of internal ear. 5 parts of internal ear. So cochlea, auditory nerve, semicircular canals, vestibule and vestibular nerve. These are the 5 parts of internal ear. ഇനി ഈ രണ്ട് പാർട്സ് കോക്ലിയ ആൻഡ് ഓഡിറ്ററി നെർവ് ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. നമുക്ക് കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന ഈ രണ്ട് പാർട്ടാണ്. പിന്നെ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും വെസ്റ്റിബുലാർ നെർവും ആണ് നമ്മുടെ ഇയർ ബാലൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ കോക്ലിയ, ഓഡിറ്ററി നെർവ്, സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ ആൻഡ് വെസ്റ്റിബുലാർ നെർവ് ഈസ് ദ 5 പാർട്സ് ഓഫ് ഇന്റേണൽ ഇയർ. ഇതിനകത്ത് കോക്ലിയയും ഓഡിറ്ററി നെർവ് ഹെൽപ്പ് ഇൻ ഹിയറിംഗ് ആൻഡ് സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബുലാർ നെർവ് ഹെൽപ്പ് ഇൻ ദ ഇയർ ബാലൻസ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനിയാണ് നമ്മൾ ഇയറിനെ പറ്റി പഠിക്കാൻ പോകുന്നത് ഈ പാർട്സിനെ വെച്ച്. അപ്പം അടുത്ത ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് ഈ പാർട്സിന്റെ ഫംഗ്ഷൻ എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.